കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് രാത്രിയിൽ നമ്മളിന്ന് ചിന്തിക്കുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. നമുക്ക് വായിക്കാം. അതിന് ആധാരമായിട്ട് സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാം. സങ്കീർത്തനം 23-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ അതിൻ്റെ 23-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ഞാൻ ഈ സങ്കീർത്തനം എത്ര പേർക്കറിയും? ഈ സങ്കീർത്തനം ഫുള്ളായിട്ട് കാണാതെ പറയാൻ അറിയാവുന്ന എത്ര പേരുണ്ട്? ആരും പറഞ്ഞു കേൾപ്പിക്കുമൊന്നും വേണ്ട, ചുമ്മാ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിത് കുറഞ്ഞ പക്ഷം അതിൻ്റെ എണ്ണമൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല, പക്ഷെ 100 കണക്കിന് പ്രാവശ്യം ഈ സങ്കീർത്തനം വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ പറയാൻ പോകുന്ന ഈ ഒരു വിഷയം ഞാൻ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ സാമ്പത്തികമായ അനുഗ്രഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക അനുഗ്രഹം എന്ന് പറയുന്നത്, നിങ്ങൾ സാമ്പത്തികമായ അനുഗ്രഹം നമ്മൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഈ സമൃദ്ധി എന്ന് പറയുന്നത് ഭയങ്കര കാശിൻ്റെ അങ്ങ് മറിഞ്ഞു കിടക്കുന്ന സമൃദ്ധി എന്നാണ്. അല്ല, സമൃദ്ധി എന്ന് പറഞ്ഞാൽ അതല്ല കേട്ടോ. സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയാമോ? സമൃദ്ധി ഏതാണെന്നൊന്ന് കേട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഫിലിപ്പ് ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ സമൃദ്ധി എന്താണെന്ന് പറയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം. ഫിലിപ്പിയർ 4:12. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ടി അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നൊരു കാര്യം ഇതാണ്: ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാനും എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് എല്ലാം ഉള്ള അവസ്ഥയുടെ പേരല്ല പ്രോസ്പെറിറ്റി. പ്രോസ്പെറിറ്റി മീൻസ് കണ്ടന്റ്, തൃപ്തിയുള്ള അവസ്ഥയുടെ പേരാണ് എന്ത്? പ്രോസ്പെറിറ്റി. ഇപ്പം ചിലർ വിശ്വസിച്ചിരിക്കുന്ന പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 100 ഷർട്ട്, ഒരു 250 പാൻറ്, ഒരു 15 സെറ്റ് ഷൂ, ഒരു നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കോടി 5 കോടി വില വരുന്ന ഒരു കാറ്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 കോടിയെങ്കിലും വില വരുന്ന ഒരു വലിയ വീട്. ഇതൊക്കെയാണ് പ്രോസ്പെറിറ്റി. പ്രോസ്പെറിറ്റി ഇതല്ല പ്രിയപ്പെട്ടവരെ. പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ ഉള്ള അവസ്ഥയിൽ തൃപ്തിയോടിരിക്കാൻ സാധിക്കുന്നതിൻ്റെ പേരാണ് പ്രോസ്പെറിറ്റി. നിങ്ങൾ ചിന്തിക്കുകയാണ്, ശമ്പളം കിട്ടി, ഒരു 1 ലക്ഷം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു വണ്ടി കിട്ടി, കുറച്ചുകൂടെ നല്ല വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് ഫുഡ് കിട്ടി, അത്ര അങ്ങ് പോരാ, കുറച്ചുകൂടെ നല്ല ഫുഡ്. അവിടെ പ്രോസ്പെറിറ്റി അല്ല. പ്രോസ്പെറിറ്റി വർക്ക് ചെയ്യുന്നത് എവിടാണെന്നറിയാമോ? നമ്മുടെ അകത്തുണ്ടാകുന്ന വലിയ കണ്ടന്റ്, സ്വസ്ഥത, തൃപ്തി, അതിൻ്റെ പേരാണ് പ്രോസ്പെറിറ്റി. അപ്പം നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നത്, നീ എൻ്റെ ശത്രുക്കളുടെ മുമ്പ് എനിക്ക് മേശ ഒരുക്കും. ഈ പഴയ നിയമത്തിലെ രാജാക്കന്മാരൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ സൈന്യ തലവന്മാർക്ക് ഒരു വലിയ ഭക്ഷണം ഒരുക്കും, ഫീസ്റ്റ് ഒരുക്കും. അപ്പം ഇവിടെ പറയുകയാണ്, നീ എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് മേശ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? അതായത് ശത്രു ഉണ്ട്, പക്ഷെ അവൻ തോറ്റു കഴിഞ്ഞാൽ വിരുന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എനിക്ക് ജയം തരുന്നു എന്നുള്ളു. സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ ശത്രു എത്ര വലിയവനാണെങ്കിലും അവൻ്റെ മുൻപിൽ എനിക്ക് ജയം തരുന്ന ദൈവം. 1. 2-ാമത്തെ അർത്ഥം പറയാം. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുക. ശത്രുക്കൾ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ ശത്രുക്കളായിട്ടുള്ളവർ അവിടെ ഉള്ളപ്പോൾ നമുക്ക് ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുക. നമ്മുടെ ശ്രദ്ധ എവിടെ ആയിരിക്കും?
എവിടെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ? നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് മീശ വിരിക്കുന്ന ആളുടെ മീശ നോക്കിക്കൊണ്ടിരിക്കണോ? ഇല്ല അയാളുടെ മുഖത്തിന്റെ ആ കഠിന കോപം, വൈരാഗ്യം, ദേഷ്യം, എന്നെ എങ്ങനെയും അടിച്ച് തകർക്കാനുള്ളതിന്റെ ദേഷ്യം, ഇതൊന്നും അവിടെ ബാധകമല്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ സന്തോഷത്തെ നഷ്ടപ്പെടുത്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ഫോക്കസ് തെറ്റുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണോ, ഞാൻ എൻ്റെ ജീവിതത്തിലും കൂടെ കാര്യം പറയും, എപ്പോഴാണോ ക്രിസ്തുവിൽ നിന്ന് എൻ്റെ ഫോക്കസ് മാറി മനുഷ്യർ ചെയ്യുന്ന കാര്യം, അവർ നോക്കുന്ന കാര്യം, അവർ പ്രിയപ്പെട്ടവർ അവരവരുടെ പണി ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. നമ്മളെ കർത്താവ് ഏൽപ്പിച്ച പണി നമുക്ക് ചെയ്യാം, അവരവരുടെ ജോലി ചെയ്യട്ടെ. നമ്മളെ കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ. നമ്മൾ കുറ്റം പറയുന്നവരിടത്ത് നമ്മളെ കുറ്റം പറയുന്നവരിടത്ത് നമ്മൾ പോയി പറയാം, അയ്യോ ഞാൻ അതല്ല കേട്ടോ ബ്രദറെ ഉദ്ദേശിച്ച്, ഇങ്ങനെ ഉദ്ദേശിച്ച്. നമ്മൾ ആ പറയുന്നതിൻ്റെ അകത്ത് വേറൊരു കുറ്റം കണ്ടുപിടിച്ചിട്ട് പിന്നെ നാളെ പറയും. അപ്പോൾ പരമാവധി നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ കീപ് ക്വയറ്റ് ആൻഡ് സൈലന്റ്. അപ്പോ ദൈവം നിനക്ക് മേശ ഒരുക്കുമ്പോൾ നിന്റെ ശ്രദ്ധ ശത്രുക്കളിലേക്ക് പോകരുത്, പകരം ദൈവം ഒരുക്കിയ മേശയിലായിരിക്കണം നിന്റെ ശ്രദ്ധ. അതായത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഓപ്പോസിറ്റ് അവസ്ഥ, നിന്റെ പ്രതികൂലങ്ങളിലേക്ക് നീ നോക്കരുത്, ദൈവം നിനക്ക് ഒരുക്കി വെച്ച നന്മയിലേക്ക് നോക്കണം. ശത്രുവുണ്ട്, വിരുന്നുണ്ട്. നിന്റെ നോട്ടം എവിടെ? ശത്രുവിലാണോ വിരുന്നിലാണോ? ശത്രുവിലാണെങ്കിൽ ഒരിക്കലും വിരുന്ന് ആസ്വദിക്കാൻ പറ്റത്തില്ല. പക്ഷേ നീ വിരുന്നിലാണ് ശ്രദ്ധിക്കുന്നെങ്കിൽ വിരുന്ന് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടോന്നും അറിയത്തില്ല. ഇപ്പം ഞങ്ങളൊക്കെ ദൂരയാത്രകൾ പോകുമ്പം ഞാൻ അവിടുത്തെ ബസ്സിൽ, നമ്മുടെ നാട്ടിലെ സർക്കാർ ബസ്സുകളിലോ പ്രൈവറ്റ് ബസ്സുകളിലോ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സുകാർക്ക് ഒരു പ്രത്യേക ഹോട്ടൽ കാണും. ഇപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പം ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് ഒരു ഹോട്ടലിനെതിരെ പോവുകയാണെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടൊരു ഹോട്ടൽ കാണും, അവിടെ കൊണ്ടിവർ നിർത്തും. നിർത്തിയിട്ട് എല്ലാവരും അവിടെ ഇറങ്ങി കഴിക്കുകയാണ് കേട്ടോ, 10 മിനിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഡ്രൈവർ പറഞ്ഞിട്ട് അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം 10 മിനിറ്റോ 15 മിനിറ്റോ സമയമുള്ളൂ. ആ സമയത്തിന്, കാരണം ഈ വണ്ടിക്ക് അടുത്ത ടൈം, അടുത്ത സ്റ്റോപ്പിൽ അവർക്ക് നിശ്ചയിച്ച പെർമിറ്റ് ഉണ്ട സമയത്തിന് കടന്നു പോകണം. അപ്പൊ എന്തെന്നറിയോ? ഫാസ്റ്റാ. നമ്മൾ വല്ലതും ആസ്വദിക്കും അവിടെ. ആസ്വാദം, നമ്മുടെ ശ്രദ്ധ എവിടെ? പെട്ടെന്ന് കഴിക്കണം, ബസ് പോവോ, ഇതാണ് ശ്രദ്ധ. ഇപ്പൊ ഒരു ഭക്ഷണം ആസ്വദിക്കണമെങ്കിൽ ശ്രദ്ധ അവിടെ ആയിരിക്കണം. ഞാൻ പറയാം, നിന്റെ മുമ്പിൽ ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് കുറ്റം പറഞ്ഞ് പിറുപിറുത്ത് വിഷമിച്ച് നീ ഇരുന്ന നിന്റെ ജീവിതത്തിന്റെ പ്രോസ്പെറിറ്റി നഷ്ടപ്പെടുക. പക്ഷെ തന്നതിലേക്ക് നീ ഫോക്കസ് ചെയ്ത്, താങ്ക് യു ലോർഡ്, നീ തന്ന നന്മകൾക്കായി നന്ദി കർത്താവേ, നീ നടത്തുന്ന വിധങ്ങൾക്കായി നന്ദി കർത്താവേ, എനിക്ക് തന്ന നല്ല നന്മകൾക്കായി സ്തോത്രം. അവിടെയാണ് എൻജോയ്മെന്റ്, അവിടെയാണ് പ്രോസ്പെറിറ്റി. പ്രധാനപ്പെട്ട വിഷയം അതല്ല, അങ്ങോട്ടാണ് വരുന്നത്. ഈ അങ്ങനെ അത് മാറി ഈ ശത്രുവിലേക്ക് നോക്കുന്നതിന് പകരം ദൈവമൊരുക്കിയ വിരുന്നിലേക്ക് നോക്കിയാൽ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. തലയിൽ എണ്ണ വെക്കുമ്പോൾ കിട്ടുന്ന കാര്യം എന്താ? തല നല്ലപോലെ തണുക്കും. എന്ന് പറഞ്ഞാൽ നീ പ്രതികൂലങ്ങളിലേക്ക് നോക്കാതെ ദൈവം ഒരുക്കിയ നന്മയിലേക്ക് നോക്കുമ്പോൾ നിന്റെ അകത്ത് വലിയ സ്വസ്ഥതയുണ്ടാവും. അല്ലെങ്കിൽ എല്ലാത്തിനും പരാതിയും കുറ്റം പറച്ചിലേ ഉള്ളൂ. ഓ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഇന്ന് രാവിലത്തെ ഭക്ഷണം ശരിയായില്ല, ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളത്തില്ല, പുട്ടായിരുന്നു, അതിന് കടലയ്ക്ക് എരിവായിരുന്നു, ഉച്ചക്കത്തെ ഭക്ഷണം ശരിയായില്ല, അത് ഇച്ചിരി എണ്ണ കൂടിപ്പോയി, അത് കൊള്ളത്തില്ലായിരുന്നു, അത് ഇച്ചിരി വറുത്തത് കൂടിപ്പോയി, ആ വൈകുന്നേരത്തെ അത് എന്ത് കൊള്ളത്തില്ലായിരുന്നു, പകുതി വെന്തതായിരുന്നു. കമൻസ്. പക്ഷേ കർത്താവേ, അനേകർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതിരിക്കുമ്പോൾ എൻ്റെ അധ്വാനം കൊണ്ടല്ല, നീ എന്നെ മാനിച്ചിരിക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ
എക്സാമ്പിളായിട്ട് പറയുന്നുള്ളൂ കേട്ടോ, ഞാനൊരു ഉദാഹരണമായിട്ട് ഇത് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പല പരിമിതികൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, കർത്താവ് ഇന്ന് നൽകിയ നന്മയ്ക്കായി സ്തോത്രം, നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കുറവുകളുടെ ഒരു 10 ലിസ്റ്റ് നിങ്ങൾക്ക് പറയാൻ കാണും. പക്ഷെ ദൈവം തന്ന നന്മകളുടെ 100 കണക്കിന് കാര്യങ്ങൾ പറയാനില്ലേ? നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടാകണമെന്നറിയാമോ? ശത്രുക്കളിൽ നിന്ന് ഫോക്കസ് മാറ്റി, ആമേൻ, നിങ്ങൾക്ക് ഒരിക്കൽ വിരുന്നിലേക്ക് നിങ്ങളുടെ ഫോക്കസ് വന്നാൽ, ഞാൻ പറയാം ഹല്ലേലൂയ, അവിടെ എന്ത് സംഭവിക്കുന്നറിയാമോ? ആമേൻ, വലിയ സ്വസ്ഥത നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും. എന്തുവരും? വലിയ സ്വസ്ഥത. ഒന്ന് പറഞ്ഞ സ്വസ്ഥത. നല്ലപോലെ ഒന്ന് പറഞ്ഞേ, ചുമ്മാ അങ്ങനെ പേരിന് പറയുന്ന പോലെ പറയാം, സ്വസ്ഥത. എന്താണ് സ്വസ്ഥത? ഈ സ്വസ്ഥതയ്ക്ക് എന്തോ ഇത്രമാത്രം ഇമ്പോർട്ടൻസ്? 2 കാര്യങ്ങൾ നമുക്ക് വായിക്കാം. നമുക്ക് വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 14:18. ശാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ഈ ശാലോം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ശാലോം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എത്ര പേർക്കറിയാം? സമാധാനം. നിങ്ങളിൽ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് സമാധാനം. ശാലോം എന്നതിന് സമാധാനം എന്നർത്ഥം. അവൻ്റെ പേര് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് അല്ലേ? അവൻ്റെ പേര് സമാധാനത്തിൻ്റെ ആളാണ്. ആമേൻ. അവിടെ നമുക്ക് അവിടെ വചനത്തിൽ വായിക്കാനായിട്ട് സാധിക്കും. അവിടെ സമാധാനം, അവിടെ ശാലോം രാജാവ് സമാധാനത്തിൻ്റെ ആളാണ്. ശാലോം രാജാവ്. അപ്പൊ ഈ ശാലോം രാജാവിന്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിന്റെ ഉള്ളില് സമാധാനത്തെ വഹിക്കുന്നവനാണ് സമാധാനം. ആമേൻ. നമുക്ക് വായിക്കാൻ 20-ാം വാക്യം. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ അബ്രഹാം സകലത്തിനും ദശാംശം കൊടുത്തു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മൽക്കീസദേക്ക്, യേശുവിനെ കുറിച്ച് പറയുന്നത്, അവൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാ. ഇന്ന് രാത്രിയിൽ പറയുന്നൊരു ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ അലസമായിട്ട് കേൾക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളോട് നിങ്ങൾ നന്നാകണമെന്ന് ഹാർട്ടിൽ നിന്ന് ആഗ്രഹത്തോടെ പറയുന്നു. നിങ്ങൾ മുഴുവൻ ശ്രദ്ധയോടെ വചനമൊന്ന് കേൾക്കണം. നിങ്ങൾ വേറൊരു കാര്യത്തിലേക്കും ഇപ്പം നിങ്ങളുടെ ശ്രദ്ധ തിരിക്കരുത്. വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നവരും ദയവായിട്ട് നിങ്ങളുടെ മറ്റു പണികളെല്ലാം ഒന്ന് നിർത്തിയിട്ട് നിങ്ങളിപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഫുള്ളായിട്ടൊന്ന് കേട്ടെ. വചനം പറയുന്നത് വിശ്വാസം കേൾവിയാൽ ഉണ്ടാവുന്ന കേൾവി. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ലൂക്കോസിന്റെ സുവിശേഷം 11:8 പറയുകയാണ്, വചനം വിത്ത് വചനം അല്ലേ? വചനം എന്താണ്? വിത്ത. എന്നിട്ട് എഫേസ് ലേഖനം 5:28-26 പറയുകയാണ്, അവൾ അവനെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ. അപ്പം വചനം വിത്താണ്, വചനം വെള്ളമാണ്. ഒരു വിത്തിന് എന്താണ് ആവശ്യം? ഒരു വിത്ത് വളരണമെങ്കിൽ എന്താണ് ആവശ്യം? വിത്ത് മണ്ണിലിട്ടേച്ച് വെറുതെ ഇരുന്നാൽ പോരാ, വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ വിത്ത് വചനമാണ്, വെള്ളവും വചനമാണ്. അപ്പൊ അങ്ങനെയാണ്. എന്താണെന്നറിയാവോ? ഒരു വചനം ഒരിക്കൽ കേട്ടിട്ട് പിന്നെ വിട്ടാ പോരാ, ഡെയിലി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ കേട്ട വചനത്തെ വീണ്ടും ഒരു വൃക്ഷത്തിന് ഡെയിലി അതിന് ജീവൻ വന്നു കഴിഞ്ഞാൽ പോലും വെള്ളം വേണം അല്ലേ? വെള്ളം എല്ലാ ദിവസവും, വെള്ളമില്ലാതായി കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും. അപ്പൊ അതുപോലെ തന്നെയാണ് വചനമാകുന്ന വെള്ളം. ഒരു വിത്ത് പുറത്തു വരണമെങ്കിൽ, വിത്തിനകത്തും ജീവൻ പുറത്തു വരണമെങ്കിൽ നിങ്ങൾ കേട്ട വചനത്തിനകത്ത് വചനമാകുന്ന വെള്ളം. അതായത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, അവൻ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനം നിങ്ങൾ കേൾക്കും. ഒരിക്കൽ നിങ്ങൾ കേട്ടാ പോരാ, എല്ലാ ദിവസവും അതിന് വെള്ളം ഒഴിക്കണം. യെസ്, ഞാനത് വിശ്വസിക്കുന്നു. നീ വിശ്വസനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു വാക്കുമാറാത്തവനാണെന്ന് വിശ്വസിക്കുന്നു. ആ കേട്ട അവൻ എന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് കേട്ട വിത്തിനെ ഡെയിലി വെള്ളം ഒഴിച്ച് തണുപ്പിക്കണം. വീണ്ടും വെള്ളം ഒഴിക്കും. അതിനകത്ത് പൊട്ടി മുളച്ച് അതിനകത്തുനിന്ന് വലിയ വെള്ളത്തിന് ഒഴുക്ക് വരും. വിത്ത് പുറത്തേക്ക് വരും.
അപ്പോൾ നിങ്ങൾ വചനം കേൾക്കണം. ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ സാമ്പത്തികമായുള്ള മേഖലയിൽ സ്വാതന്ത്ര്യം ഉണ്ടാകാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അവിടെ പറയുന്നൊരു കാര്യം ഇതാണ്: ശത്രുവിൽ നിന്ന് ശ്രദ്ധ മാറ്റി എങ്ങോട്ട് മാറണം? ശത്രുവിൽ നിന്ന് ശ്രദ്ധ എങ്ങോട്ട് മാറ്റണം? വിരുന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റണം. അപ്പം നിങ്ങളെ ഒരാൾ പറ്റിച്ചെന്നിരിക്കട്ടെ, ചതിച്ചു, നിങ്ങളെ സാമ്പത്തികമായിട്ട് നിങ്ങളെ ഒരാൾ പറ്റിച്ചുകൊണ്ട് വരും. ഈ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇതിനോട് പൊരുത്തപ്പെടാൻ കഴിയും. കാരണം പലർക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ട് ചിലപ്പോൾ 500 രൂപയായിരിക്കാം, 100 രൂപയായിരിക്കാം, ചിലപ്പം $10 ആയിരിക്കാം, 500. ചിലർ നിങ്ങളെ പറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്ക് എന്തുണ്ടാവും? ദേഷ്യം. ഞാൻ പറയാം, ഒരു വ്യക്തി നിങ്ങളെ പറ്റിച്ചു കളഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ബി കൂൾ ബട്ട് ഡോണ്ട് ബി ഫൂൾ. ബി കൂൾ ബട്ട് ഡോണ്ട് ബി ഫൂൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പിന്നെയും ചെന്ന് പെടരുതെന്ന്. അപ്പോൾ ഒരാൾ നിങ്ങളെ ചതിച്ചു, നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ വിചാരിക്കേടാ, ചേടാ ഞാൻ അയാൾ എന്നെ പറ്റിച്ചിട്ട് ഞാൻ തിരിച്ചറിഞ്ഞില്ലോ. നിങ്ങൾ വിഷമിക്കണ്ട, സ്വർഗം നിങ്ങൾക്ക് പ്രതിഫലം മടക്കി തരും. പക്ഷേ അയാളോട് കയ്പും വെറുപ്പും ഇറിറ്റേഷനും അകത്തുണ്ടായെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് മാറും. ഇവിടെ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാരണത്തിലേക്ക്, മെസ്സേജ് പ്രധാന പോയിന്റിലേക്ക് വരും. എൻ്റെ 10 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധ വേണമെന്ന് ഞാൻ പറയുന്നത്. അതായത് ശാലോം രാജാവിൻ്റെ അടുക്കലാണ് കാശ് വന്നേ. ആരാണ് ശാലോം രാജാവ്? സമാധാനത്തിൻ്റെ രാജാവ്. അപ്പൊ ആരുടെ അടുക്കലേക്കാണ് അബ്രഹാമിന്റെ പൈസ കൊടുത്തത്? അബ്രഹാം ദശാംശം ആർക്ക് കൊടുത്തേ? സമാധാനത്തിൽ വസിക്കുന്ന രാജാവിന്. അപ്പൊ സമ്പത്ത് ആരുടെ അടുക്കലേക്ക് ഒഴുകുന്നത്? സ്വസ്ഥതയുള്ളവന്റെ അടുക്കലേക്ക്. അപ്പൊ നമ്മുടെ അകത്ത് എപ്പോഴും ടെൻഷനാണ്. ഓയോ കാശില്ല, പണമില്ല. ഇത് ശരിയാ, നമ്മുടെ ജീവിതത്തിനകത്ത് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളില്ലാത്ത ആരാ ഉള്ളേ? പക്ഷെ നിങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആകരുത്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധവനോട് പറഞ്ഞ കാര്യമാണ്, അവൻ്റെ ജീവിതത്തിൽ അവൻ വളർച്ച പ്രാപിക്കാതിരിക്കാൻ അവന് സെൽഫ് റെസ്പെക്റ്റ് ഇല്ല. അവനിലൊരു ഐഡന്റിറ്റി, സെൽഫ് ഐഡന്റിറ്റി ഇല്ല. അല്ലാത്തൊരാൾ എന്തെല്ലാം ഓടിക്കതച്ചാലും അദ്ദേഹത്തിന് ആ ദൈവം ആഗ്രഹിച്ച തലത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. ഇവിടെ ഈ ശാലോം രാജാവിൻ്റെ അകത്ത് സമാധാനമുള്ളവൻ, അവൻ്റെ അടുക്കിലേക്ക് അബ്രഹാം തനിക്കുള്ള സകലത്തിലും ദശാംശമായിട്ട് വരിക. അബ്രഹാം ആരാന്നറിയോ? അബ്രഹാം ആരാ? അന്നത്തെ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ധനവാൻ. ആ പുള്ളിക്കാരൻ്റെ ദശാംശം ഈ രാജാവിന് കൊണ്ട് കൊടുത്ത രാജാവിൻ്റെ അവസ്ഥ, അസറ്റ് എന്തായിരിക്കും? ചിന്തിച്ചു നോക്കുകയെ. അപ്പൊ ആരുടെ അടുക്കിലേക്കാ സാമ്പത്തികമായ നന്മ ഒഴുകി വരുന്നതെന്നറിയോ? സ്വസ്ഥതയോടിരിക്കുന്നവൻ്റെ അടുക്കിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ജോലി നിങ്ങൾ ചെയ്യണം, പക്ഷെ ആ ജോലി ചെയ്യുമ്പോഴും ബിസിനസ് ചെയ്യുമ്പോഴും ഡോണ്ട് ബി സ്ട്രെസ് ഔട്ട്. നിങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആകരുത്. ഓ മൈ ഗാഡ്, അത് ചെയ്യണം, ഇത് ചെയ്യണം. ആ സ്ട്രെസ്സുകൾ ഒഴിവാക്കിക്കേ അകത്ത് സമാധാനം നിങ്ങളുടെ അകത്ത് വാഴട്ടെ. സമാധാനത്തോടെ വസിക്കുന്നവനിലേക്ക് ആമേൻ ഭൗതിക നന്മകൾ വരാനായിട്ട് തുടങ്ങും. നമുക്ക് വീണ്ടും ഒരു വാക്യം കൂടെ വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 5-ാമത്തെ അധ്യായം 3-ാം വാക്യം 4-ാം വാക്യം. 1 രാജാക്കന്മാർ 5-ാം അധ്യായം 3-ാം വാക്യം 4-ാം വാക്യം. എന്റെ അപ്പനായ ദാവീദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാൽ കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല. എന്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ശാലോമോനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്. അതിൻ്റെ 1-ാമത്തെ അധ്യായം, ഈ 1-ാമത്തെ അധ്യായം അല്ല, എൻ്റെ 3-ാമത്തെ അധ്യായം 12-ാം വാക്യം 13-ാം വാക്യം.
ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. നിനക്ക് സമനായവൻ നിന്റെ ശേഷവും ഉണ്ടാവുകയും ഇല്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തരും നിനക്ക് സമനാകുകയില്ല. കണ്ടോ? ശാലമോൻ എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനപുത്രൻ എന്നാണ് ശാലമോൻ എന്ന പേരിന്റെ അർത്ഥം തന്നെ. ശാലമോന്റെ ഭരണകാലത്തെ പ്രത്യേകത പറഞ്ഞു തുടങ്ങുന്ന ഇങ്ങനെയാണ്: അവന്റെ ചുറ്റും ദൈവം സ്വസ്ഥത വരുത്തി. സ്വസ്ഥതയുള്ള ശാലമോന്റെ കാലത്ത് ശാലമോന്റെ അത്രയും സമ്പന്നനായിരുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നു എന്നാണ് വചനത്തിൽ പറയുന്നത്. അബ്രഹാമിനേക്കാളും ദാവീദിനേക്കാളുമൊക്കെ ശാലമോൻ ബഹുസമ്പന്നനായിരുന്നു. അപ്പൊ ഈ ശാലമോന്റെ സമ്പത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മളിവിടെ വായിച്ച ഒരു കാര്യം, അവന്റെ ചുറ്റും സ്വസ്ഥത നൽകിയത് കൊണ്ട് സ്വസ്ഥത നൽകി. നമ്മൾ 5-ാം വാക്യത്തിൽ വെച്ച് സ്വസ്ഥത, 3-ാം വാക്യത്തിൽ കാണുന്ന അവൻ സമ്പന്നനായിരുന്നു. അപ്പൊ ആരിലാണ് സമ്പന്നത ഒഴുകിയെത്തുന്നത്? സ്വസ്ഥതയുള്ളവനിൽ. നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനെ കുറിച്ച് നിങ്ങൾ കർത്താവിനോട് പറയുക. വചനം പറഞ്ഞു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിനകത്ത് സമ്മർദ്ദങ്ങളോടുകൂടെ ജീവിക്കുന്നത്, നിങ്ങളുടെ സമൃദ്ധി താഴേക്ക് 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 പോകും. നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴാണോ കയ്പും വെറുപ്പും വിദ്വേഷവും കൊണ്ട് നിറയുന്നത്, നിങ്ങൾക്ക് സമൃദ്ധി അനുഭവിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴാണോ ആവശ്യമില്ലാതെ കലഹമുണ്ടാകുന്നത്, അവിടെ സമൃദ്ധി നഷ്ടപ്പെടും. എന്നാൽ പ്രിയപ്പെട്ടവർ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എപ്പോഴാണോ ദൈവിക സമാധാനം കൊണ്ട് വാഴുന്നത്, അപ്പോൾ വഴിയെ പോകുന്ന ഒരാൾക്ക് തോന്നിയേക്കും നിങ്ങൾക്കൊരു ഷർട്ട് മേടിച്ച് തന്നേക്കാം. ഒരു കാരണവുമില്ല. വഴിയെ പോകുന്ന ഒരാൾക്ക് തോന്നിയേക്കാം നിങ്ങളെ ഒന്ന് സഹായിച്ചേക്കാം. നിങ്ങളുടെ അടുത്തൂടെ വരുന്ന ഒരാൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെറുതെ വരുന്ന എങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരാം. കാരണം എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനത്തോടെ, ക്രിസ്തുവേശുവിലുള്ള സമാധാനത്തോടെ വരുമ്പോൾ, ഞാൻ നിങ്ങളുടെ കാര്യം പറയാം, നിങ്ങൾ മുമ്പേ ദൈവത്തിന്റെ രാജ്യം നീതിയും അന്വേഷിക്കുന്നവരായിട്ട് മാറുമ്പോൾ അവനോടുകൂടെ സകലതും നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും. അതിനെയാണ് വാക്യത്തിൽ ഞാൻ വായിക്കുന്നത്. 5-ാമത്തെ വാക്യം ഒന്നുകൂടെ ഞാൻ പറയാം. അവൻ എന്റെ ശത്രുക്കളുടെ മുമ്പേ എനിക്ക് മേശയൊരുക്കി, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അടുത്തു പറയുകയാണ്, എന്റെ പാത്രം നിറഞ്ഞ് കവിയുന്നു. ഹല്ലേലൂയ. അപ്പൊ എപ്പോഴാണെന്നറിയോ പാത്രം നിറഞ്ഞു കവിയുന്നത്? എപ്പോഴാണോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനത്തോടെ നിങ്ങൾ ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പലരും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, വീട് പണി, കുഞ്ഞുങ്ങളുടെ വിവാഹം, വാഹനം, ചിലപ്പോൾ നിങ്ങളുടെ ലോണ്, സാമ്പത്തികമായ വിഷയങ്ങളുടെ മുമ്പിലായിരിക്കുന്നവരെന്നെ കാണുന്നുണ്ട്. ഇത് ലൈവ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറയാം, ആ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഭാരം ഒന്ന് ഇറക്കി വെച്ചേച്ച് നിങ്ങൾ ഇരിക്കാമെങ്കിൽ, ഞാൻ പറയാം, ആ സംഭവം നടന്നു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും വലിയൊരു മിച്ചം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല, നിങ്ങൾ വിചാരിച്ചതിനേക്കാളും ഏറ്റവും ബെസ്റ്റായിട്ട് കാര്യം നടക്കുകയും ചെയ്യും. അപ്പൊ അവിടെ ചെയ്യേണ്ട കാര്യം എന്താ? 3 സ്റ്റെപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളുടെ ശത്രുക്കളിലേക്ക്, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളിലേക്ക് നിങ്ങൾ നോക്കരുത്. പകരമായി കർത്താവ് ഒരുക്കിയ വിരുന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വരട്ടെ. ആ ശ്രദ്ധ അവിടെ വരുമ്പോൾ നിങ്ങളുടെ തലയിൽ ഭയങ്കര ഒരു സ്വസ്ഥത, തണുപ്പ്, ഭയങ്കര തണുപ്പ് അനുഭവിക്കും. ആ സ്വസ്ഥത നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങളുടെ പാത്രം നിറഞ്ഞ് കവിയാൻ തുടങ്ങും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിറഞ്ഞ് കവിയുന്ന ഒരു അനുഗ്രഹത്തിന്റെ അനുഭവത്തിൽ വാഴണമെന്ന്? ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇല്ലാത്തതിനെക്കുറിച്ച് പരാതി പറയുന്നത് നിർത്തണം. പകരമായിട്ട് ഉള്ളതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ തുടങ്ങണം. നിങ്ങൾ ഇല്ലാത്തതിൻ്റെ മേലുള്ള പരാതികൾ നിർത്തി ഉള്ളതിനെക്കുറിച്ച് സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു സ്വസ്ഥത നിങ്ങളെ വാഴാൻ തുടങ്ങും. ആ സ്വസ്ഥത നിങ്ങളിൽ വരുമ്പോൾ അടുത്ത് സംഭവിക്കുന്ന കാര്യമാണ് പാത്രം നിറഞ്ഞ് കവിയും.
നിറഞ്ഞ് കവിയും. അതിനടിസ്ഥാനമായി വേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള സകല ഭാരങ്ങളും ഇതൊരു എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഈ കേട്ടവർക്ക് എത്രത്തോളം ഇതൊരു പവർഫുൾ മെസ്സേജായിട്ടും തോന്നിക്കാണത്തില്ല. പക്ഷേ ഇത് മിസ്റ്ററിയാണ്, ഇതൊരു വലിയ രഹസ്യമാണ്. നിങ്ങളുടെ അകത്ത് ആരോടൊക്കെ വെറുപ്പും കയ്പും ഉണ്ടോ, നിങ്ങളത് എടുത്ത് കളഞ്ഞില്ല. ഞാൻ പറയാം, നിങ്ങൾ നാട്ടുകാരോട് ചോദിച്ചാൽ പോലും അവർ നിങ്ങളെ എന്ത് ചെയ്യുന്നറിയാമോ, ഹല്ലേലൂയ, നിങ്ങൾക്ക് അത് വേണ്ട പോലെ റിസൾട്ട് ഉണ്ടാകത്തില്ല. പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ സ്വസ്ഥത വരുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് അഭിവൃദ്ധി ഒഴുകാനായിട്ട് തുടങ്ങും. ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചോദിക്കാത്തത് ആളുകൾക്ക് തോന്നും, എടാ നമുക്ക് ഇന്ന കാര്യം ചെയ്യാം, ഇന്ന കൊണ്ട് കൊടുത്തേക്കാം, ഇന്ന കാര്യം ഹെൽപ്പ് ചെയ്യാം, ഇന്ന കാര്യത്തിന് നിൽക്കാം. അപ്പം അതെന്താ വേണ്ടെന്നറിയാമോ? പീസ്, വലിയ സ്വസ്ഥത. ശാലോമോന്റെ കാലത്ത് വലിയ സമൃദ്ധി ഉണ്ടായി ശാലോമോൻ. എന്താ കാര്യം എന്നറിയാമോ? അവൻ ചുറ്റുപാടും സ്വസ്ഥതയുടെ നാളുകളായിരുന്നു ശാലോമോന്റെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആരുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കാൻ ഇടവരാതോണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എപ്പോഴാണെന്നറിയാമോ? സ്തോത്രം ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ മനസ്സിനകത്തുള്ള, നിങ്ങളുടെ ചുറ്റും ശത്രുക്കൾ നിൽപ്പുണ്ടായിരിക്കാം, അവരിൽ നിന്ന് നിങ്ങളുടെ കണ്ണു മാറ്റി നിങ്ങൾക്ക് ദൈവം ഒരുക്കി വിരുന്നിലേക്ക് നോക്കാവോ? ആ വിരുന്നിനെ ഓർത്ത് സ്തോത്രം ചെയ്യാവോ? ഞാൻ പറഞ്ഞ ആദ്യ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. രണ്ട് കാര്യം ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. വിരുന്നൊരുക്കുന്ന എപ്പോഴാണെന്നറിയാം? ഒന്ന്, രാജാവ് സൈന്യാധിപന്മാർക്ക് വിരുന്നൊരുക്കുക എപ്പോഴാണെന്നറിയോ? യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. ഒന്ന്, യുദ്ധം ജയിച്ചതിന് അടയാളം. രണ്ട്, നമുക്ക് വിരുന്നൊരുക്കുക എന്തിനാണെന്നറിയോ? നീ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ നമ്മുടെ അമ്മയും അപ്പനും ഒക്കെ പറയുക, അവര് ഭക്ഷണം ഉണ്ടെങ്കിൽ പറയും, നീ ഇത് കഴിക്കുക, ഞാൻ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മുടെ ഈ ലൈവിൽ ഒരാൾ വന്ന് എപ്പോഴും കുഞ്ഞുമായിട്ട് വന്നിരിക്കുമായിരുന്നല്ലോ, നിങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പോൾ അവിടെ കുഞ്ഞിൻ്റെ ഒറിജിനൽ അമ്മ അവിടെ സുഖമായിട്ട് കിടക്കുക, വല്യപ്പനും വല്യമ്മയും കുഞ്ഞുമായിട്ട് നടക്കുക. അവർ പറയും, നീ അവിടെ കിടന്നുറങ്ങിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. വിരുന്നൊരുക്കും എന്താ അർത്ഥം എന്നറിയാവോ? ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ. നീ കഴിച്ച് നീ സ്വസ്ഥമായിട്ടിരിക്കും, ഞാൻ നോക്കിക്കോളാം, ഞാനിവിടെ ഉണ്ട്, ഡോണ്ട് വറി, ഞാൻ കാര്യങ്ങൾ എടുത്തോളാം. ഇന്ന് രാത്രി കർത്താവ് പറയുക, നിന്റെ ഭാരത്തെ വിട്, നിന്റെ ടെൻഷനെ വിട്, നിന്റെ പ്രതികൂലങ്ങളെ വിട്, നിന്റെ അകത്തുള്ള എല്ലാ ടെൻഷനെ ഇട്, എല്ലാം എടുത്തു കള. സ്വസ്ഥത വരുമ്പോൾ പാത്രം നിറഞ്ഞു കവിയുന്നത് നീ കാണും. ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ, അഭിവൃദ്ധി എന്ന് പറയുന്നത് മാജിക് അല്ല. പ്രോസ്പെറിറ്റി ഈസ് നോട്ട് എ മാജിക്. പ്രോസ്പെറിറ്റി ഈസ് എ റിസൾട്ട് ഓഫ് ഒബീഡിയൻസ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറയാം, ഹല്ലേലൂയ, ആമേൻ. ഫെയ്ത്തിന്റെ റിസൾട്ടായിട്ട് വലിയ നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴുകുന്ന ഒരു കാലമായിട്ട് മാറട്ടെ. യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവേ, ഈ വചനത്തിന്റെ മർമ്മത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. അതിൽ ഫലം കായ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആരൊക്കെ സാമ്പത്തികം, കുഞ്ഞുങ്ങളുടെ ഭാവി, വീടിന്റെ പണി, വാഹനത്തിന്റെ ലോണ്, ജോലിയില്ലായ്മ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഈ കാര്യങ്ങളെക്കുറിച്ച് ആരൊക്കെ ഭാരത്തോടുകൂടി ഇന്ന് രാത്രി ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നു, നിന്റെ വചനം പറയുന്നല്ലോ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന്. കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇട്ടു തരുന്നപ്പം ആ വിഷയത്തിന് മേൽ അങ്ങയുടെ അത്ഭുതം വെളിപ്പെട്ടതിനാ നന്ദി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞ കർത്താവെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് വചനത്തിൽ ഞങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന കർത്താവെ, ഇന്ന് ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഹൃദയത്തിൽ നിന്ന് മാറിപ്പോട്ടെ. വരുന്ന ദിവസങ്ങളിൽ അത്ഭുതകരമായ വിടുതൽ ഓരോ ജീവിതങ്ങളിലും കർത്താവെ, അൺഎക്സ്പെക്റ്റഡ് പ്രൊവിഷൻ, പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ ആ വീട്ടിനകത്തേക്ക് ആമേൻ കയറി വരട്ടെ, ഓടിക്കേറി വരട്ടെ കർത്താവേ. അവർക്ക് വേണ്ടി ആമേൻ അപ്രതീക്ഷിതമായ ചില നന്മകൾ അവരിലേക്ക് ഒഴുകട്ടെ. അതിനടിസ്ഥാനമായി അകത്തുള്ള എല്ലാ ഭാരങ്ങളും, അവർക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ കർത്താവ് ഹൃദയത്തിൽ ആ ക്ഷമ വെളിപ്പെടട്ടെ. ആരോടെങ്കിലും വെറുപ്പും കയ്പും ഉണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. വലിയ സ്വസ്ഥത അവരുടെ ഹൃദയത്തിൽ വാഴട്ടെ കർത്താവേ. അതിനായിട്ട് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളെ മാനിച്ചതിനാണ് നന്ദി. എല്ലാം മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.